ആസ്ക് ഡോക്ടർ മിംസിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളിൽ പലരും രക്തസമ്മർദ്ദം എന്ന രോഗത്താൽ ബുദ്ധിമുട്ടുന്നവരായിരിക്കും. ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുമ്പോൾ 2 നമ്പറുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്താണ് ഈ നമ്പറുകൾ എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇത് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ എപ്പിസോഡ്. 2 നമ്പറുകളിലൂടെയാണ് രക്തസമ്മർദ്ദം പറയാറ്. ആദ്യത്തേത് സിസ്റ്റോളിക് പ്രഷറും രണ്ടാമത്തേത് ഡയസ്റ്റോളിക് പ്രഷറുമാണ്. രക്തക്കുഴലുകളിലൂടെ രക്തമൊഴുകുമ്പോൾ കുഴലിന്റെ ഉൾവശങ്ങളിൽ ചെലുത്തുന്ന മർദ്ദത്തെയാണ് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. ശ്വാസകോശങ്ങളിൽ നിന്നും ഓക്സിജനെ വഹിച്ചുകൊണ്ടുവരുന്ന രക്തം നിറയുന്നത് ഹൃദയത്തിലെ ഇടത് അറയിലാണ്. ഹൃദയം സങ്കോചിക്കുമ്പോൾ വെൻട്രിക്കിളിൽ നിന്നും ശുദ്ധരക്തത്തെ മഹാധമനി വഴി ആർട്ടറികളിലൂടെ ശരീരമെമ്പാടും എത്തിക്കുന്നു. ഇങ്ങനെ ഹൃദയം ചുരുങ്ങുകയും രക്തം രക്തവാഹിനികളിലേക്ക് തള്ളപ്പെടുകയും ചെയ്യുമ്പോൾ ധമനികളിൽ അനുഭവപ്പെടുന്ന പ്രഷറാണ് സിസ്റ്റോളിക് പ്രഷർ. BP അളക്കുമ്പോൾ ആദ്യം സൂചിപ്പിക്കുന്ന 120 എന്നത് സിസ്റ്റോളിക് പ്രഷറാണ്. രക്തം പമ്പ് ചെയ്യുന്നതിന് മുമ്പ് ഹൃദയം ആദ്യം വികസിക്കും. അപ്പോഴാണ് ഹൃദയ അറകളിൽ രക്തം വന്നു നിറയുന്നത്. ഇങ്ങനെ ഹൃദയമിടിപ്പിനിടയിലുള്ള സമയത്ത് ഹൃദയത്തിൽ രക്തം നിറയുന്ന വേളയിൽ ധമനികളിൽ അനുഭവപ്പെടുന്ന പ്രഷറാണ് ഡയസ്റ്റോളിക് പ്രഷർ. ഇതാണ് 80 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 120, 80 എന്നതാണ് അനുയോജ്യമായ രക്തസമ്മർദ്ദം. സാധാരണ ആരോഗ്യമുള്ള മനുഷ്യരിൽ ഇതിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ കാണപ്പെടാറുണ്ട്. പ്രഷർ നിലയിൽ കാര്യമായ മാറ്റമുണ്ടാവുകയും അത് സ്ഥായിയായി നിലനിൽക്കുകയും ചെയ്യുമ്പോൾ അമിത രക്തസമ്മർദ്ദം എന്ന രോഗമായി കണക്കാക്കുന്നു. പ്രഷർ 140, 90 എന്ന പരിധി വിടുമ്പോഴാണ് സാധാരണ നിലയിൽ അമിത രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. BP അപ്പോൾ രോഗമായി മാറുന്നു. സിസ്റ്റോളിക് പ്രഷർ 120നും 139നും ഇടയിലും ഡയസ്റ്റോളിക് പ്രഷർ 80നും 89നും ഇടയിലുമാണെങ്കിൽ ഇതിനെ പ്രീ ഹൈപ്പർ ടെൻഷൻ എന്ന ഗണത്തിൽപ്പെടുത്തുന്നു. ഇതുള്ളവർ തെറ്റായ ജീവിതശൈലിയുമായി മുന്നോട്ടു പോയാൽ BP പേഷ്യൻസായി മാറാൻ സാധ്യത വളരെയേറെയാണ്. ഹൈപ്പർ ടെൻഷൻ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ ശേഷം മാത്രമാണ് ആളുകൾ ഈ നമ്പറുകളെക്കുറിച്ച് ബോധവാന്മാരാകുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ നമ്പർ അറിഞ്ഞിരിക്കണം. ഒപ്പം ഷുഗർ, കൊളസ്ട്രോൾ എന്നിവയുടെ നമ്പറുകളെക്കുറിച്ചും ധാരണ വേണം. നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. അവർ ഇമെയിൽ ID ask@drmims.com. നാളെ വീണ്ടും കാണാം. താങ്ക് യു.